ഞാൻ ആദ്യമേ തന്നെ ഞാനൊരു കരിയറിസ്റ്റ് അല്ല. ഞാൻ വലിയ പൊസിഷനിൽ നിന്നിട്ട് പാർട്ടി ഞാൻ പറഞ്ഞ പോലെ അന്ന് ഉമ്മൻചാണ്ടി സാറും ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ വി എം സുധീരനും വിളിച്ചപ്പോൾ ഒരു ഫോൺ കോളിൽ ഫ്ലൈറ്റ് മാറി കയറി വന്ന ഒരാളാണ്. എനിക്ക് പാർട്ടി 3 തവണ മത്സരിക്കാൻ അവസരം തന്നു. 2 തവണയും വിജയിച്ചു. ഒരു തവണ നേരിയ മാർജിന് പരാജയപ്പെട്ടു. എന്നെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡൻ്റാക്കി, KPC ജനറൽ സെക്രട്ടറി ആക്കി. പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. 2, ഞാൻ തിരുവനന്തപുരത്തെ അത്രയധികം പ്രണയിക്കുന്ന ഒരാളാണ്. ഞാൻ നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാരണവും ആ നാടിനോടുള്ളൊരു സ്നേഹമാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം തരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വലിപ്പചെറുപ്പമല്ല, പാർട്ടി തരുന്ന ഉത്തരവാദിത്വം നാടിന് വേണ്ടി നന്നായിട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അതുപോലെ തന്നെ അതിലൊരു ഞാൻ പറഞ്ഞില്ലേ പോസ്റ്റുകൾ വലിപ്പചെറുപ്പം. ഇപ്പോൾ CPM തന്നെ മുൻ MP ആയിരുന്നു സമ്പത്ത്. ആറ്റിങ്ങൽ 4 തവണ MP ആയിരുന്നു. അദ്ദേഹം മന്ത്രിയുടെ APS ആയിട്ട് പോയില്ല. ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ രാജു പഴയ സമയത്തെ അദ്ദേഹം എത്രയോ തവണ MLA ആയിരുന്നു. അദ്ദേഹം ഞാനൊക്കെ MLA ആയിരിക്കുമ്പോൾ ഫോറസ്റ്റ് മിനിസ്റ്ററാണ്. ആ ഫോറസ്റ്റ് മിനിസ്റ്ററായിരുന്ന ശ്രീ രാജു ഇന്നലെ ദേവസ്വം ബോർഡ് മെമ്പറായി. ഇതൊക്കെ നമ്മളൊരു കരിയറായിട്ട് രാഷ്ട്രീയത്തെ കാണുമ്പോഴാണ് കമലം. അപ്പോൾ നമ്മളതൊരു കരിയറായിട്ട് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ജോലിയിൽ നമ്മൾ അതിൻ്റെ പോസ്റ്റ് ശമ്പളമൊക്കെ മുന്നോട്ടുകായി കാണുമ്പോഴാണ് പ്രശ്നം. ഞാനൊരു കരിയറിസ്റ്റ് അല്ല, ഞാനൊരു പാർട്ടിക്കാരനാണ്, തിരുവനന്തപുരംകാരനാണ്. എന്നെ നയിക്കുന്ന വികാരം പാർട്ടിയും തിരുവനന്തപുരവുമാണ്. കോൺഗ്രസ് രാഷ്ട്രീയം കുറെ നാളുകളായി ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള നിരീക്ഷണങ്ങളുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പലപ്പോഴും ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് കോൺഗ്രസിൽ ഒരു വിഭാഗം യുവ നേതാക്കളെ മറ്റ് സ്ഥാനങ്ങൾ നൽകി മാറ്റുന്ന ഒരു രീതി ഉണ്ട് എന്നൊരു വിമർശനം, ആരോപണം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പല നേതാക്കൾ പോലും പരസ്യമായി പോലും പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ MLA ആയിരുന്ന ഒരാളെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു, അതും തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷൻ നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു എന്തെങ്കിലും ഒരു ഒരിക്കലും അത് നിങ്ങളുടെ അനുമാനമാണ്. ഞാൻ സത്യം പറഞ്ഞത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ തീരുമാനം എടുത്തതൊരാൾ ഞാനിവിടെയാണ്. ഞാനടക്കമുള്ള ഒരു കമ്മിറ്റി എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഞാനടക്കം ഒരു കമ്മിറ്റി എടുത്തൊരു തീരുമാനത്തിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു ചാലഞ്ച് ഏറ്റെടുക്കുകയാണ്. ഈ പ്രായത്തിൽ ചാലഞ്ച് ഏറ്റെടുത്തതിന് എപ്പോൾ എടുക്കാൻ പറ്റും? ഞാൻ പറഞ്ഞില്ല, ആ ചാലഞ്ചും നാടിനോടുള്ള സ്നേഹവും കറകളഞ്ഞ കോൺഗ്രസ് വികാരവുമാണ്